ഈ വള്ളി എന്ന് പറയുന്നത് ഇതാണോ? ഇതിനാണോ വള്ളി എന്ന് പറയുന്നത്? കണ്ടോ, ഇവിടെ മുഴുവൻ വള്ളികളാണ്. കണ്ട, ഇതൊരു വള്ളി, ഇതൊരു വള്ളി. ഇതേലും ഊഞ്ഞാലാണെന്ന് തോന്നുന്നു അല്ലേ? തലേ വീഴൂ. പൊളിയല്ലേ? നമ്മുടെ കുക്കിംഗ് ഏരിയയൊക്കെ കൊള്ളാവോ? അയ്യോ, ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ ഫുഡ് റെസിപ്പിയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇന്ന് നല്ലൊരു കാട കൊണ്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ, കാട റോസ്റ്റ്. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ പഴയ പറമ്പിൽ തന്നെയാണ്, നമ്മുടെ കല്ലിൻ്റെ മുകളിലാണ് നമ്മളിരുന്ന് ഫുഡൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാൻ കാട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് 5 കാട ഫുള്ളായിട്ട് തന്നെ എടുക്കുക കേട്ടോ. പീസൊന്നും ആകുന്നില്ല, അന്ന് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത്രമാത്രം. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്നത് സബോള എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിക്ക. ഇത്ര ഐറ്റമാണ് എടുത്തേക്കുന്നത്. ബാക്കി പരിപാടികളൊക്കെ നേരെ അടുപ്പയിലോട്ട്. ഓക്കെ. കാട വയ്ക്കാൻ കടായി നമ്മൾ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ചൂടായി കിട്ടും. അതാണ് കടായിയുടെ മെയിൻ ഒരു ഗുണം. ഈ സാധനം വാങ്ങി വീട്ടിലൊരെണ്ണം വെച്ചേക്കണം. പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ടപ്പേന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്യാൻ പറ്റും. ഇത് പെട്ടെന്ന് ചൂടാവും, അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് നമുക്ക് കാട റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, കുറച്ച് സബോള, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സബോളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കുമ്പം എപ്പോഴും ഇച്ചിരി തക്കാളിക്കൊക്കെ ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതതിനകത്ത് ആ ഒരു പുളിയും ആ ഒരു കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിടുന്നത്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ ഇറച്ചി മസാലയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാട നമുക്ക് ഓരോന്നോരോന്നതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഹായ്. അപ്പോൾ നമ്മുടെ വനത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. വനമൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു പറമ്പാണ്. അപ്പം ഇവിടെ ഞാൻ ചുമ്മാതെ ഈ കല്ലുംപൊട്ടലോട്ടൊക്കെ കയറിയതാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ മുഴുവൻ കല്ലാണ്, ഒരു രക്ഷയില്ല. ദൈവമേ, വീണേനിപ്പോൾ. ഗൈസ്, ഈ വള്ളി എന്ന് പറയുന്നത് ഇതാണോ? ഇതിനാണോ വള്ളി എന്ന് പറയുന്നത്? കണ്ടോ, ഇവിടെ മുഴുവൻ വള്ളികളാണ്. കണ്ടോ, ഇതൊരു വള്ളി, ഇതൊരു വള്ളി. ഇതേലും ഊഞ്ഞാലാണെന്ന് തോന്നുന്നു, തലേ വീഴൂ. പൊളിയല്ലേ? നമ്മുടെ കുക്കിംഗ് ഏരിയയൊക്കെ കൊള്ളാവോ? അയ്യോ, അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി സ്ഥലമാണ് നമ്മുടെ പറമ്പ്. നമ്മുടെ കാട റോസ്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. കണ്ടോ, നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട, ഇപ്പോൾ റെഡിയാവും. ഇതാണ് നമ്മുടെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ കുക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ ട്രാവലിംഗ് വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പുറയിൽ നിന്ന് പുക വരുന്നത് പേടിക്കണ്ട. പുറയിൽ നമ്മുടെ കാട സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. കാട നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ റെഡി ആകട്ടെ. നമ്മുടെ റൈസൊക്കെ റെഡി ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാട മുട്ടയും നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് റോസ്റ്റും കൂടെ ഒഴിച്ച് ഇതിനെ നമുക്ക് തട്ടിയേക്കാം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും നമ്മുടെ കാട മുട്ടയും നല്ല നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റോസ്റ്റും, കാട റോസ്റ്റ്. അപ്പോൾ അതിനെ കൂടെ എടുത്തിട്ട് തട്ടിയേക്കാം. നമ്മുടെ കാടയൊക്കെ വെന്ത് നല്ല റോസ്റ്റായിട്ടിരിപ്പുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് കോരി മാറ്റാം. അമ്പട കേട്ടോ, നല്ല പൊളിയായിട്ട് വെന്തിരിക്കുകയാണ്. നമുക്കിതിനെ പാത്രത്തിലേക്കാക്കാം. ഓ, പൊളി പൊളി പൊളി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. മണം അടിച്ചിട്ട് കാടയുടെ നല്ല ഒരു രക്ഷയില്ല മക്കളെ. പൊളി സാധനം. കണ്ട അപ്പം നമ്മുടെ കാട റോസ്റ്റ് നല്ല പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റോജിനാണ് ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. റോജിനെ, നമ്മുടെ റൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. കാടയുടെ മുട്ടയും കാടയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കണ്ടാ. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കഴിക്കുക. എനിക്കും വിശന്നിട്ട് വയ്യ, ഞാനും കഴിക്കാൻ പോകട്ടോ. കൊള അടിപൊളി, സൂപ്പർ. കാടയും കൂടെ കുറച്ചെടുത്ത് നമ്മുടെ ഇച്ചിരി ഗ്രേവിയും കൂടെ എടുത്ത് നമ്മുടെ റൈസിൻ്റെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി ദേ ഒരു രക്ഷയില്ല. പൊളി സാധനം. എങ്ങനെയുണ്ട്? അടിപൊളി. കഴിച്ചു നോക്കി. കാട കഴിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പേ? ഞാനോ? ഇല്ല, ആദ്യമായിട്ടാണ് കാടയൊക്കെ കഴിക്കുന്നത്. അപ്പം നല്ല സൂപ്പർ കാടയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പേ നമ്മളൊരു കാട ഫ്രൈയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ആ വീഡിയോ പോയെന്ന് കാണണം കേട്ടോ.
അപ്പം ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല അടിപൊളി കാട റോസ്റ്റ്. അപ്പം നമ്മുടെ കാട റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ല. ഇൻസ്റ്റാഗ്രാമിൽ നല്ല കിടക്കാച്ചി ഫോട്ടോസുകളൊക്കെ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോസുകൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കാണുവാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുവാനും മറക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ റോജിന് ഒരു ചാനലുണ്ട്, അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ.